ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആണ്, എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് വെളിയിലൊക്കെ പോയി ഒന്ന് വാക്കിങ്ങിനൊക്കെ പോകാൻ വിചാരിക്കുന്നു. വേറെ അറിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന റവ ഇഡ്ഡലിയാണ്. ഇത് കിഡ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് ആണ്. ഇത് ജസ്റ്റ് വെള്ളത്തിലൊത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഇതുണ്ടല്ലോ 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ആവി കയറ്റിയെടുക്കാം. Coloring, Mom. And I'm drawing, Mom. I'm making a candy roll. കോക്കനട്ട് ചട്നി ഉണ്ടാക്കാവേ. ജോണി അവളെ പിടിക്കാണ്ടേ ജോണി അല്ലത് Mommy, what's the milk feel better? ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ജാനുവരി 10, 2021 സൺഡേ. ഞങ്ങൾ ഇവിടെ പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തൊരു സാധ്യതയായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് കുർബാന കണ്ട്. ഞാൻ മാത്രം കണ്ടു. ഞങ്ങൾ രണ്ടും കണ്ടു. കണ്ടിട്ട് പല കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു ടോപ്പിക്കാണ്, ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ സെൽ ഔട്ട് ചെയ്തിട്ട് വേറെ വീട് മേടിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് നോക്കും, ഷെയർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പം ഞാൻ കാനഡയിലല്ല, ഞാൻ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് വീട് മേടിക്കുന്ന ഈ വീടാണ്. അതിൻ്റെ ഫസ്റ്റ് എൻ്റെ പേരൻസ് പലതവണ പല വീട് മേടിച്ച് സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വീട് മേടിക്കുന്ന ഈ വീടാണ്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു വീടിനെ മേടിക്കുന്നതിനെ പറ്റി. പക്ഷേ ഈ വീട് മേടിച്ച് ഞങ്ങളത് ഒത്തിരി റിനോവേഷനൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ വീട് മേടിക്കുന്നതിന് മുമ്പേ വീട് മേടിക്കാൻ വേണ്ടി പ്രീ ക്വാളിഫൈ ആകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റേബിളായിട്ടുള്ള ഇൻകം വേണം. എന്നാലേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ ബാങ്കിൽ നിന്ന്. അപ്പം നമുക്ക് സ്റ്റേബിളായിട്ട് നമ്മളൊരു ജോലി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ജോലി 3, 4, 5, 6 മാസം വരെ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് നമ്മൾ ഫുൾ ടൈം ജോലി ആയിരിക്കണം. ഫുൾ ടൈം ജോലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് 3 മാസത്തെ നമ്മൾ പേ സ്റ്റെപ്പ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലി വേണം, 3 മാസത്തെ പേ സ്റ്റെപ്പ് വേണം, നമ്മുടെ 3 വർഷത്തെ T4 വേണം, നമ്മൾ ടാക്സ് അടച്ചിട്ടുള്ളതിൻ്റെ രസീത് വേണം. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഇൻകം ഉണ്ടെങ്കിലേ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തുള്ളൂ. ഇപ്പം ഇവിടുത്തെ ചുരുക്കം ഏറ്റവും ചെറിയ വീടും $100,000 കുറവ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് $100,000 ഒന്നും നമ്മുടെ ഈ തുടക്കത്തിൽ സേവിങ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു 10%, 5% ഒക്കെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നമുക്ക് 90,000 ലോൺ വേണമെങ്കിലും നമ്മൾ ഈ മോർട്ട്ഗേജിനുള്ള വേണ്ടി നമ്മൾ ക്വാളിഫൈ ആകണം. നമ്മുടെ ബാങ്കിൽ ഒരു ഇച്ചിരി പൈസ വേണം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി. അത് അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 3 മാസമായിട്ട് കിടപ്പുണ്ടെന്നുള്ള ഒരു പ്രൂഫ് വേണം. പിന്നെ നമ്മൾ ഇവിടെ PR ആയിരിക്കണം, ഒന്നെങ്കിൽ PR ആയിരിക്കണം അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം. എന്നാലേ നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ വരുന്ന പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന സെയിം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വലിയ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുത്ത് തലേ വെക്കും. അങ്ങനെ എക്സ്പെൻഡിച്ചർ എടുത്ത് തലേ വെച്ച് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് മോശമാക്കാതെ നമ്മൾ ആദ്യം നമ്മൾ ഒത്തിരി ക്രെഡിറ്റ് ഒന്നും ആരുടെ ഒന്നും എടുക്കാതെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ബിൽഡ് ചെയ്യണം. നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇവിടെ കാനഡയിൽ സംബന്ധിച്ച് നോക്കുമ്പം ക്രെഡിറ്റ് റേറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം
ഒരു ചുറ്റുപാടിലും നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് മോശമായിരിക്കില്ല. എപ്പോഴും ക്രെഡിറ്റ് റേറ്റിംഗ് നല്ലതായിരിക്കണം, പോസിറ്റീവിലായിരിക്കണം. ആവശ്യമില്ലാതെ ക്രെഡിറ്റ് ചെക്ക് ചെയ്യൽ. കാരണം ഓരോ തവണ നമ്മൾ ക്രെഡിറ്റ് ചെക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ പോവുക, ലോൺ അപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കാൻ പോവുക, ലോൺ അപേക്ഷിക്കുക, അവർ പറയാം ഓക്കെ ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് ചെക്ക് ചെയ്യല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ എത്ര തവണ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് ചെക്ക് ചെയ്യുന്നോ അത്രയും തവണ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുതിയ കാറൊക്കെ വാങ്ങിക്കുന്നവർ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ ഒത്തിരി പൈസയൊക്കെ കൊടുത്തൊക്കെ വാങ്ങിക്കത്തില്ല. പുതിയ കാറൊക്കെ മേടിക്കുന്നവർ ശ്രദ്ധിക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ആദ്യം എടുത്ത് നമുക്ക് എത്രയും ക്രെഡിറ്റ് നമ്മുടെ തലയിൽ കയറിയാൽ നമുക്കത് ഉടനെ അടിച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഉടനെ വീട് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ? ഉടനെ വീട് മേടിക്കാൻ പറ്റും. പക്ഷേ വീട് മേടിക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്താൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടുന്ന സാധ്യത കുറയും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അറിയണ്ട, നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻകം ഉണ്ട്. ആ ഇൻകം കൊണ്ട് ബാങ്ക് എപ്പോഴും നോക്കും നമ്മുടെ ഇൻകം അനുസരിച്ച് നമുക്ക് ലോൺ റീപേ ചെയ്യാൻ പറ്റുമോ എന്ന്. ആ സാധ്യത നമുക്ക് റീപേ ചെയ്യാൻ പറ്റുമെന്ന് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ തരാൻ ബാങ്ക് റിസ്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ 25 വർഷം കണ്ട് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ കണ്ടില്ലേ, 25 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ മോർഗേജ് അടച്ചു തീർത്താൽ മതി എന്നുള്ളത്. അതെന്താ അങ്ങനെ? അത് നമ്മുടെ വീട് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് 25 വർഷത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ എത്ര വർഷത്തിന് വേണ്ടി ലോൺ എടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. ചില വീടുകളൊക്കെ 10 വർഷത്തേനായിരിക്കും, ചിലർ 15 വർഷത്തേനെടുക്കും, 20 വർഷത്തേനെടുക്കും, 25 വർഷത്തേനെടുക്കും. ഞങ്ങളുടെ വീട് 25 വർഷത്തേനായിരുന്നു ഇത് അമോർട്ടൈസ് ചെയ്തത്. അപ്പം അതനുസരിച്ചാണ് ഞങ്ങളുടെ മന്ത്ലി മോർഗേജ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ വർഷം നമുക്ക് മാക്സിമം സോ മച്ച് അതിൻ്റെ ഒരു ശതമാനം വരെ ഞങ്ങളുടെ ഇതനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ വർഷവും $14,000 വെച്ച് അടച്ച് ഇത് 5-6 വർഷം കൊണ്ട് തീർക്കാവുന്നതാണ്. അതുകൊണ്ട് 20-25 വർഷത്തേന് ഞങ്ങൾ എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം എല്ലാം കൂടെ ഒരു 10 വർഷം കൂടെ അടച്ചാൽ ഞങ്ങളുടെ ലോൺ തീരാവുന്നേ ഉള്ളൂ. ആപ്സിൽ എടുക്കാവുന്ന ഇപ്പം നിങ്ങളുടെ ഇൻകം അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം 10 വർഷത്തേനോ 15 വർഷത്തേനോ 20 വർഷത്തേനോ 25 വർഷത്തേനോ അടച്ചു തീർക്കാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ച് എത്ര മന്ത്ലി അഫോർഡ് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ്, ബാങ്ക് പേയ്മെൻറ്റ് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾക്ക് 10 വർഷത്തേനോ 20 വർഷത്തേനോ 25 വർഷത്തേനോ എടുക്കാവുന്നതാണ്. പിന്നെ ബാങ്ക് എപ്പോഴും നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി തരും. 5 വർഷത്തേന് നിങ്ങളുടെ ഇത് ലോക്കിൻ പീരീഡ് ആയിരിക്കും. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് മൊത്തത്തോടെ അടച്ചു തീർക്കാവോ, അത് എങ്ങനെയല്ലോ നിങ്ങൾക്ക് അത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ അല്ലാതെ ഇൻട്രസ്റ്റ് ആദ്യം ബാങ്ക് മൊത്തം എന്തായാലും വലിച്ചെടുക്കും. ഇപ്പം നമ്മൾ 25 വർഷത്തേന് എടുത്തെങ്കിലും അതിൻ്റെ ടോട്ടലുള്ള ഇൻട്രസ്റ്റ് അവർ 5, 6, 7, 8 വർഷം കൊണ്ട് മുഴുവൻ എടുത്തിട്ട് പിന്നെ അപ്പം നമ്മൾ ആദ്യത്തെ നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ പ്രിൻസിപ്പൽ കുറവും ഇൻട്രസ്റ്റ് കൂടുതലുമായിരിക്കും ആദ്യമൊക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എത്ര അടച്ചാലും നമ്മുടെ മോർഗേജ് ഒത്തിരി കുറയാത്തത്. നമ്മളിപ്പോൾ എത്ര വർഷമായിട്ട് അടയ്ക്കും? 5 വർഷമായിട്ട് അടയ്ക്കും അല്ലേ? ഞങ്ങൾ 5 വർഷമായിട്ട് അടച്ചിട്ടും ഞങ്ങൾ ലംസമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ മോർഗേജ് ഇപ്പോഴും 5 വർഷം കൊണ്ട് $10,000-15,000 കുറയത്തുള്ളായിരുന്നു ഉള്ള ഈ പ്രിൻസിപ്പൽ മാത്രം നോക്കുന്നെങ്കിൽ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റിയുടെ സിറ്റിയുടെ മുനിസിപ്പാലിറ്റി ടാക്സ് വലിയ സ്വിഫ്റ്റ് കറണ്ട് ഞങ്ങൾ താമസിക്കുന്ന സിറ്റി പോലത്തെ ആണെങ്കിൽ ടാക്സ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇതിനേക്കാളും വലിയ സിറ്റി പോയാൽ ടാക്സ് ഒന്നും കൂടെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്വിഫ്റ്റ് കറണ്ടിനെ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറേ ചെറിയ സിറ്റികളുണ്ട്. ഇവിടുന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത് ഹെർബർട്ട് ഉണ്ട്, കാഡിലാക്ക് ഉണ്ട്, കേബ്രി ഉണ്ട്, ഷോണവൻ ഉണ്ട്. അങ്ങനത്തെ ചെറിയ മുനിസിപ്പാലിറ്റി ടാക്സ് ഒന്നും കൂടെ കുറവായിരിക്കും. പക്ഷെ അത് ഒണ്ടാരിയോ വാങ്കോവർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ടാക്സ്. അവിടെയൊക്കെ നിന്ന് നിങ്ങൾക്ക് കാലുകുത്താൻ സ്ഥലം വേണമെങ്കിൽ അതുപോലെ കാശ് കൊടുക്കണം. ഈവൻ അവിടെ ഒരു അപ്പാർട്ട്മെന്റ്സിൽ വാടകയ്ക്ക് പോലും ആണെങ്കിൽ നമുക്ക് ബേസ്മെന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. ഭയങ്കര സഫോക്കേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും ആഗ്രഹം ഒണ്ടാരിയിലോട്ട് മൂവ് ചെയ്യണം. കാരണം നമ്മുടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാവരും ഒണ്ടാരിയിലല്ലേ. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒണ്ടാരിയോ ടൊറോണ്ടോയിലോട്ടൊക്കെ മൂവ് ചെയ്യണമെന്നാണ്. പക്ഷെ എൻ്റെയൊക്കെ കുറച്ചൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ അവരൊക്കെ പോയിട്ട് തിരിച്ചതുപോലെ തന്നെ ഇങ്ങ് വന്നു. അവരെ എവിടെ നിന്നാണോ പോയത് അവിടോട്ട് തന്നെ തിരിച്ചു വന്നു. കാരണം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്ക്, ബിസി സിറ്റി. ഒരു ചെറിയ സ്മോൾ സിറ്റിയിൽ നിന്ന് പോകുന്നവർക്ക് ഒരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തിരക്കും എന്താ പറയുക, കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഒക്കെ ഹൈ ആണ്.
ഞങ്ങൾക്കൊന്നും പറ്റുമോ നമുക്കൊന്നും പറ്റുമെന്ന് തോന്നില്ല. കാരണം ഞങ്ങൾ കുറേ നാളായിട്ട് ഈ ഒതുങ്ങി ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കൊന്നും അത് പറ്റുമെന്ന് തോന്നില്ല. കാരണം പിള്ളേരെയും കൊണ്ടുമൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പുതുതായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ആദ്യം നിങ്ങൾ വാങ്കൂവറിലോട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ സിറ്റിയിലോട്ടൊന്നും പോകല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് മിനിമം വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് $15-16 കിട്ടത്തുള്ളൂ. അത് നിങ്ങളുടെ എല്ലാ ചിലവും കഴിഞ്ഞ് നിങ്ങൾ റെൻറ്റും അടച്ച് എന്നാ പറയുക നിങ്ങളുടെ വണ്ടിയുടെ ടാക്സും അടച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേൻ്റെ കയ്യിലൊന്നും കാണത്തില്ല. അപ്പം നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് ഇപ്പം കാനഡയിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ചെറിയൊരു ടൗണിൽ പോയിക്കോ. ചെറിയൊരു ടൗണിൽ പോയി നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ടൗണിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യാവുള്ളൂ. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 വർഷമായി. സിദ്ധി ഇപ്പോൾ ഇവിടെ വന്നിട്ട് 6 വർഷമായി. ഞങ്ങളിപ്പോൾ ഒരുമാതിരി സ്റ്റേബിളായി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വലിയ ടൗണിലോട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ടൗണിൽ ഭയങ്കര എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ. ഇപ്പം കാൽഗറി പോലത്തെ ടൗൺ ആണെങ്കിലും അവിടെ ഭയങ്കര എക്സ്പെൻഡിച്ചർ. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്മോൾ ടൗൺസ് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. പിന്നെ നിങ്ങൾക്ക് യാത്ര സമയം, നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയം കുറവാണ്. വേറെ നിങ്ങൾക്ക് പെട്രോളിൻ്റെ കാശ് കുറയും. പിന്നെ നമുക്ക് ടൈം സേവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെയർ ടൈം നിങ്ങൾക്ക് ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒക്കെ ഒത്തിരി സ്മോൾ ടൗൺസിന് അങ്ങനത്തെ ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് പോണോ എല്ലായിടത്ത് കറങ്ങാനൊക്കെ പോകണമെങ്കിൽ വീക്കെൻഡ്സിൽ പോകാം. അത്രേ ഉള്ളൂ. കറങ്ങാനൊക്കെ വലിയ സിറ്റിയിലൊക്കെ നമുക്ക് എവിടെയെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്താൽ കഴിഞ്ഞാൽ നല്ല സുഖത്തെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എത്താണ്ടിടത്ത് എത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, ബിഗ് സിറ്റിയിലല്ല ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല എന്നങ്ങനെയുള്ളൊരു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലേ ഉണ്ടായിട്ടില്ല. കാരണം നമുക്കിവിടെ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന പോലെ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, ഒരു ഫ്രീ ടു മൂവ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റ്സിലല്ല പിള്ളേർക്കാണേലും എന്ത് വേണേലും ചെയ്യാം വീട്ടിൽ, അല്ലേ? ബഹളം ഉണ്ടാക്കാൻ കരഞ്ഞ് കൂവി എന്തൊക്കെയാണ് ഇവിടെ രാത്രിയിൽ സംഭവിക്കുന്നത്. കരച്ചിൽ കാറിച്ച മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഭിത്തികൾ ഡ്രോ ചെയ്ത് വെക്കുന്നു, ഒന്നും പറയണ്ട. അപ്പം നമ്മുടെ സ്വന്തം വീടാണ്, അത് ലോ ബഡ്ജറ്റിലൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ ആരും നമ്മളോട് ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല. നമുക്ക് അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുമ്പോൾ പിള്ളേർ ഒച്ചയും ബഹളം വെച്ചാൽ നെയ്ബേഴ്സിന് ശല്യമാകും, നെയ്ബേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആണ്, പിള്ളേർ ഒച്ച വെക്കുന്നുണ്ടോ, പിള്ളേർ എന്തെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ. ഇപ്പം നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമുക്കതൊന്നും നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിടന്ന് ബഹളം വെച്ചാൽ നെയ്ബേഴ്സിന് ഒത്തിരി ശല്യം വരത്തില്ല. പിന്നെ പിള്ളേർ വിത്തിയെ വരച്ചൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ വീട് ഞങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്താൽ, പെയിൻറ്റിംഗ് ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ. അപ്പം ഇങ്ങനത്തെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് വീടുണ്ടെങ്കിൽ എല്ലാ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ നാട്ടിൽ നിന്നൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ വീട് ഓൺ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു 5 വർഷം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കും. നമ്മളിവിടെ വന്ന് പെയിന്റ് ചെയ്യാൻ പഠിച്ചു, അല്ലേ? സാൻഡ് ചെയ്ത് പെയിന്റ് ചെയ്ത് പകുതി മുക്കാലും പണി നമ്മൾ തന്നെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല. ഇവിടെ വന്ന് നമ്മൾ പകുതി മുക്കാലും പണി നമ്മൾ തന്നെ ചെയ്യാൻ നോക്കും. കാരണം ആരെയും എന്താ പറയുക, ആരെയും ഹയർ ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി നമുക്ക്. നമ്മൾ ഈ വീട് വാങ്ങിച്ചപ്പോൾ, കാരണം നമ്മൾ അപ്പം ഫസ്റ്റ് ഹോം ബയർ, നമുക്ക് കാനഡയിലെ വീടുകളെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്തൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കാനഡയിൽ ആദ്യം വീട് വാങ്ങിച്ചത്. കാരണം നമ്മുടെ നാട്ടിലത്തെക്കാളും കൂടുതൽ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കാനഡയിലെ വീട് വാങ്ങിക്കുമ്പം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ കറണ്ട്, ഇലക്ട്രിസിറ്റിയുടെയൊക്കെ ഇതൊക്കെ ഒത്തിരി പഴയ വീടല്ല. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാ വീടുകളും മിക്കവാറും ഒത്തിരി ഓൾഡൊക്കെ ആയി കഴിയുമ്പം ഹോം ഓണേഴ്സൊക്കെ എന്താ പറയുക, അവരവരുടെ മൊത്തം ഇലക്ട്രിക്കൽ സർക്യൂട്ട് മൊത്തം ചേഞ്ച് ആക്കി അപ്ഡേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല ഇവിടെ. പക്ഷേ നമുക്ക് നമ്മുടെ വീടിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. വാങ്ങിച്ചപ്പം എല്ലാം ബ്രേക്കറൊക്കെ ഉണ്ടായിരുന്നു, ബ്രേക്ക് ഓഫ് ആകും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇലക്ട്രിസിറ്റിക്കില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ നോട്ട് ചെയ്തത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്, വാഷ്റൂമിൽ എക്സോസ്റ്റ് ഫാൻ ഇല്ലായിരുന്നു. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ദിവസത്തിൽ 2-3 നമ്മളെല്ലാവരും ഷവർ എടുക്കുന്നവരാണ്. അപ്പം കൂടുതലും ചൂട് വെള്ളത്തിലൊക്കെ ഇങ്ങനെ സ്റ്റീം വാട്ടറൊക്കെ ഒഴുകി കഴിയുമ്പം എക്സോസ്റ്റ് ഇല്ലെങ്കിൽ വെള്ളം മോയ്സ്ചർ എല്ലാം അവിടെ തന്നെ തിങ്ങി നിൽക്കും. കാരണം വിൻ്ററൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനലൊന്നും തുറന്നിടാൻ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പം വിൻ്ററിൻ്റെ സമയത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോയ്സ്ചർ അല്ലാത്ത തങ്ങി നിന്ന് മോൾഡ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പം അങ്ങനെ മാത്രമല്ല വാഷ്റൂമൊക്കെ എപ്പോഴും വെറ്റായിട്ട് തന്നെ അങ്ങ് കിടക്കുക. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു. വാഷ്റൂം എപ്പോഴും വെറ്റായി കിടന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അകത്തത്തെ തടി, കാരണം ഇവിടെ കോൺക്രീറ്റ് ഇല്ല, ഇവിടുത്തെ വീടുകളൊക്കെ ഭൂരിഭാഗം തടി ആയതുകൊണ്ട് അകത്തെ തടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മോൾഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മോൾഡ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചില സാധ്യത വീട് തന്നെ എഴുതി കളയേണ്ടി വരും. അങ്ങനത്തെ വരെ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീട് മേടിക്കുവാണെങ്കിൽ, നിങ്ങൾ സപ്പോസ് കാനഡയിൽ വന്ന് നിങ്ങൾ കുറേ നാൾ റെൻറ്റിൽ താമസിച്ചു എന്നിട്ട് നിങ്ങളൊരു വീട് മേടിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ആദ്യം നമ്മൾ നോക്കേണ്ട വീടിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിംഗ് എങ്ങനെ ഉണ്ട്. ഫ്ലോറിംഗ് ഇവിടെ കാർപ്പറ്റഡ് ഫ്ലോറിംഗാ അതോ വൈനൽ ഫ്ലോറിംഗ് ആണോ, കാർപ്പറ്റ് നല്ല കാർപ്പറ്റ് ആണോ, ഇതൊക്കെ നോക്കിയിരിക്കണം. ഹീറ്റിങ്, പ്ലംബിങ്, റൂഫ് ചെക്ക് ചെയ്യണം. റൂഫിലെ ഷിംഗിൾസ് പഴയതാണോ, ഒത്തിരി പഴയതാണോ, അതോ ഷിംഗിൾസ് വേഗം മാറേണ്ടി വരുമോ. കാരണം ഷിംഗിൾസ് മാറേണ്ടി വന്നാൽ അത് വലിയൊരു എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അപ്പം റൂഫ് ചെക്ക് ചെയ്യണം. അങ്ങനെ പിന്നെ ഹീറ്റിംഗ് ഞങ്ങളുടെ വീട് 1930 വീടാണ്. അപ്പം ഞങ്ങളുടെ ഹീറ്റിംഗ് പഴയ സ്റ്റൈൽ റേഡിയേറ്റർ ഹീറ്റാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫയർ അലാറം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ കാനഡയിലെ വീടെല്ലാം പണിതേക്കുന്നത് തടി കൊണ്ടാണ്. സോ ഒരു തരി ഫയർ എവിടെയെങ്കിലും വീണാൽ ഫയർ ക്യാച്ച് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. സോ മേക്ക് ഷുവർ ഫയർ അലാം നിങ്ങളുടെ ഹൗസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതാണ് അവസാനത്തെ കാര്യം. സോ ഞങ്ങളുടെ വീട് വാങ്ങിച്ചപ്പം പകുതി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്കറിയത്തില്ലായിരുന്നു പുതിയ വീട് വാങ്ങിക്കുമ്പം എന്തൊക്കെ നോക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം മനസ്സിലായി, ഒരു ചെറിയ വീട് വാങ്ങിച്ചപ്പോൾ മനസ്സിലായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞങ്ങളൊരു പുതിയ വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം ശ്രദ്ധിക്കും. ഇനിയൊരു മിസ്റ്റേക്കും ഉണ്ടാകത്തില്ല ഞങ്ങൾക്ക്. കാരണം നമുക്കറിയാം ഇപ്പം പുതിയൊരു വീട് വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾക്കിപ്പം മനസ്സിലായി. സോ അതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ വാല്യൂ ടൈം. ഹാവ് എ ഗുഡ് വൺ. സീ യു. ബൈ. Subscribe. ഐസിയാണ് ചിക്കു കിച്ചു വീടല്ലേ. Stay with mama. ഞങ്ങൾ അവിടെ വന്നാണ് ഫിഷിംഗ് ഒക്കെ ചെയ്യാറ്. One day I have an uncle. We did fishing over there. Ah, you guys did fishing over there. And then our mommy, she tried to eat crabs and she just actually got crabs. Time. നോക്ക് റിവറിന്റെ അവസ്ഥ ഉണ്ടോ? ഇതാണ് റിവർ. ഞങ്ങൾക്ക് ഐസ് ഫിഷിംഗ് ഒന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നേരെ ചുവ വെള്ളം ഉള്ളപ്പോൾ മാത്രമേ ഫിഷിംഗ് ചെയ്യാറുള്ളൂ. Thanks for your valuable time. Bye-bye. Kindly subscribe. But guys, do you want to watch me play a monkey bar?